കാട ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് 4 കാട എടുത്ത് കഷ്ണമാക്കി വൃത്തിയായിട്ട് കഴുകി വെച്ച് മാറ്റി വെക്കണേ. എന്നിട്ട് 2 സ്പൂൺ കുരുമുളക്, 1 കഷ്ണം ഇഞ്ചി, 2 കുടം വെളുത്തുള്ളി എന്നിവ അരച്ചെടുത്തതും, 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, അല്പം ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി എന്നിവ എല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന ആ കാടയുടെ കഷ്ണത്തേലോട്ട് ഇതെല്ലാം പുരട്ടണേ. എന്നിട്ട് കാടയുടെ കഷ്ണത്തേലോട്ട് നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് വേവിക്കണം. എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടമേ. ഇനി നന്നായിട്ട് വേവിച്ചുകൊണ്ട് വരണേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഒത്തിരി വേവൊന്നുമില്ല കാടയ്ക്ക്. നന്നായിട്ട് വേവിക്കണം. ഇത് വെള്ളം പറ്റാറായേ, വെന്ത് വെള്ളം പറ്റാറായി, പറ്റിച്ചെടുക്കണം വെള്ളം. ഇത് കാട ഫ്രൈ കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുരുമുളകും കൂടി ഇടുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം വെള്ളമെല്ലാം പറ്റിയേ. എന്നിട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണേ. അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് തീ കത്തിച്ചതിന് ശേഷം ആ ചീനച്ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണേ. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റുവേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ തിളച്ച് വരുന്നു. കാട ഫ്രൈ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വലിയ വലുപ്പമൊന്നുമില്ല കാടയ്ക്കൊരു ചെറിയ കോഴിക്കുഞ്ഞിൻ്റെയൊക്കെ അത്രേ വലുപ്പമുള്ളൂ. അങ്ങനെ വെളിച്ചെണ്ണ തിളച്ചു. ഇങ്ങനെ കാടയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കണേ. എന്നിട്ടത് ഫ്രൈ ചെയ്തുകൊണ്ട് വരണം. നമ്മൾ വേവിച്ചിട്ടല്ലേ അത് വറക്കുന്നത്. അത് കാരണം ഒത്തിരി മൂക്കണ്ട, കരിഞ്ഞൊന്നും പോകണ്ട, പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ എല്ലാം മാറ്റി വച്ചിരിക്കുന്ന എല്ലാം കാടയൊന്ന് ഫ്രൈ ചെയ്തിട്ട് വരണേ. അങ്ങനെ ഒരു വശം മൂത്തു. അത് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ വശം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോവാതെ നോക്കണേ.
എല്ലാ കടകളിലൊന്നും ഈ കാട കിട്ടാറില്ല കേട്ടോ. ഇങ്ങനെ എല്ലാം തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ വശം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം. അങ്ങനെ മസാല പുരട്ടിയ കാടയെല്ലാം ഫ്രൈ ചെയ്തുകൊണ്ട് വരണം. അങ്ങനെ എല്ലാ കാടയും ഫ്രൈ ചെയ്തു കൊണ്ടുവന്നിട്ട് അങ്ങനെ കാട ഫ്രൈ റെഡിയായി കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. താങ്ക് യു.